സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത് മലപ്പുറം പെരിന്തൽമണ്ണയിലെ കൊലക്കേസാണ്. പെരിന്തൽമണ്ണ ആലിപ്പറമ്പിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പുത്തൻ വീട്ടിൽ സുരേഷ് ബാബുവാണ് കൊല്ലപ്പെട്ടത്. ബന്ധുവും അയൽവാസിയുമായ സത്യനാരായണനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. CV അനുമോദ് ചേരുന്നു വിവരങ്ങളുമായി. അനുമോദ്, അയൽവാസിയും ബന്ധുവുമായ സത്യനാരായണനാണ് യുവാവിനെ കുത്തിക്കൊന്നത്. അതിന്റെ കാരണം എന്താണ്? ഈ എന്തെങ്കിലും വസ്തുതർക്കമോ അല്ലെങ്കിൽ പണമിടപാടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളാണോ? അതോ നമുക്കറിയാം ഈ സമീപകാലത്ത് നടക്കുന്ന പല കേസുകളും, പല കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പല കൊലപാതക കേസുകളും പരിശോധിച്ചാൽ അവിടെ മദ്യവും ലഹരിയും ഒക്കെ വില്ലനാകുന്നുണ്ട്. ഈ കേസിന്റെ ഒരു പശ്ചാത്തലം എന്താണ് അനുമോദ്? ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെയും മദ്യം ഒരു വില്ലനാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, ഇന്നലെ രാത്രി 11 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. ആലിപ്പറമ്പിലാണ് ഈ സംഭവം. ഇവർ അയൽവാസികളാണ്, ബന്ധുക്കളുമാണ്. ഈ കുത്തേറ്റ് മരിച്ച സുരേഷ് ബാബുവിൻ്റെ വീടിൻ്റെ കുറച്ചപ്പുറത്താണ് സത്യനാരായണൻ്റെ വീട്. സത്യനാരായണൻ്റെ വീട്ടിൽ കറണ്ട് സർവീസ് വയർ പൊട്ടിയതിനെ തുടർന്ന് കിട്ടാതെ അവസ്ഥ, കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇയാൾ മറ്റുള്ള വീടുകളിലെ ഫ്യൂസ് ഡിസ്കണക്ട് ചെയ്ത് അവിടെയെല്ലാം തന്നെ കറണ്ട് ഇല്ലാത്തൊരു സാഹചര്യം തീർത്തു. ഇത് മറ്റുള്ളവർ ചോദ്യം ചെയ്യുകയും ഫോണിൽ വിളിച്ച് തർക്കമാവുകയും ആ തർക്കം പിന്നീട് നേരിട്ടുള്ള കയ്യാങ്കളിയാവുകയും കയ്യിലിരുന്ന കത്തിയെടുത്ത് സുരേഷ് ബാബുവിനെ കുത്തുകയും ചെയ്തു. 9ഓളം മുറിവുകൾ സുരേഷ് ബാബുവിൻ്റെ ദേഹത്തുണ്ട് എന്നാണ് പോലീസ് പറഞ്ഞത്. നെഞ്ഞിലും വയറ്റിലും കയ്യിലും ഒക്കെ ഗുരുതരമായ മുറിവുകൾ, ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. അതാണ് മരണത്തിലേക്ക് വഴിവെച്ചതെന്നാണ് പ്രാഥമികമായിട്ടുള്ള പോലീസിൻ്റെ ഒരു നിഗമനമായിട്ടുള്ളത്. നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത്, മുൻപ് കുറേ കാലങ്ങളായിട്ട് ഇവർ തമ്മിലുള്ള തർക്കമൊക്കെ ആ ഒരു മേഖലയിൽ പതിവുള്ളതാണ്. 2023-ലും സമാനമായ ഒരു സംഭവം ഉണ്ടാവുകയും സത്യനാരായണ സുരേഷ് ബാബുവും തമ്മിൽ തർക്കം ഉണ്ടാവുകയും ഇപ്പോൾ മരണപ്പെട്ട സുരേഷ് ബാബുവിൻ്റെ തലയ്ക്ക് സത്യനാരായണൻ അടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചതിൻ്റെ ഒരു കേസ് നിലവിലുണ്ട് എന്നുള്ളത്. അതായത് ഇവർ തമ്മിലുള്ള തർക്കം ഒരു കയ്യാങ്കളിയിലേക്കൊക്കെ പോകുന്നത് പതിവായിരുന്നു. പക്ഷേ അത് ഇത്തരത്തിൽ ജീവനെടുക്കുന്ന തരത്തിലേക്ക് മാറി ഇന്നലെ എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ സംഭവം. ടോം, അങ്ങനൊരു ഈ രണ്ടുപേരും തമ്മിൽ ഇതിനു മുൻപ് എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ വ്യക്തിവിരോധമോ മറ്റും ഉണ്ടോ? അതോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മദ്യലഹരിയിലുണ്ടായ പ്രകോപനം അത് കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ചെറിയ ചെറിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അയൽവാസികളായതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ബന്ധുക്കളായതുകൊണ്ട് തന്നെ പല വിഷയങ്ങൾ ഉണ്ടാകാം ഇവർക്ക് തമ്മിൽ തർക്കത്തിനൊക്കെ. അപ്പോൾ സംസാരിച്ച് പരിഹരിക്കാൻ കഴിയുന്ന പല വിഷയങ്ങളും സ്വാഭാവികമായിട്ടും മദ്യലഹരിയിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരു സ്വഭാവം മാറും. സ്വയം നിയന്ത്രണമില്ലാത്ത രീതിയിലായിരിക്കും ഉണ്ടാവുക. പെട്ടെന്ന് പ്രകോപിതരാകും. അങ്ങനെ ഈ ചെറിയ പ്രശ്നങ്ങൾ തന്നെ വലുതായിട്ട് തോന്നും. സ്വാഭാവികമായിട്ടും മദ്യലഹരിയിലെ കൊലപാതകങ്ങളെല്ലാം അത്തരത്തിൽ ഒരു നിമിഷത്തെ ഒരു പ്രകോപനം കൊണ്ടൊക്കെയാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് വൈരാഗ്യമുള്ള ഒരു വ്യക്തിയോടാണെങ്കിൽ സ്വാഭാവികമായിട്ടും മുൻപ് എന്തെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണമാകുകയും ചെയ്യും. അപ്പോൾ ഇവർ തമ്മിൽ മുമ്പ് അയൽവാസികളായതുകൊണ്ടും ബന്ധുക്കളായതുകൊണ്ടും പല വിഷയങ്ങളുണ്ടായിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ അതിലേക്ക് ഈ മരിച്ച സുരേഷ് ബാബുവിനോട് പെട്ടെന്ന് ഈ സത്യനാരായണൻ ഇത്രയും ഗ്രഡ്ജ് തോന്നാൻ ഒരുപക്ഷെ മദ്യം അതിൻ്റെ ഒരു കാരണം തന്നെ ആയിട്ടുണ്ടാകാം. മദ്യലഹരിയിലായിരുന്നു ഈ പ്രതി എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും വ്യക്തമാണ്. CV അനുമോദാണ് മലപ്പുറത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്ത് ബന്ധുവാണ് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. അതിന് മദ്യവും ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ടുണ്ട്. തിരുവല്ലയിൽ നിന്നും ഇന്ന് രാവിലെ കേട്ടതൊരു കൊലപാതക വാർത്തയാണ്. തിരുവല്ലയിലും യുവാവാണ് കുത്തേറ്റ് മരിച്ചത്. തിരുവല്ല ഈസ്റ്റ് ഓതറ സ്വദേശി മനോജിനെ കൊലപ്പെടുത്തിയ കേസിൽ ബന്ധുവും അയൽവാസിയുമായ രാജനെ പോലീസ് പിടികൂടി. സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്നുള്ള തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നുണ്ട്.